ഹണി റോസിൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് കണ്ടിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഹണി റോസ് ഇപ്പോൾ ഒരു വ്യക്തിയെക്കുറിച്ച് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അദ്ദേഹം വ്യക്തിപരമായിട്ടും ഒക്കെ ആക്ഷേപിക്കുന്നുണ്ട്. അദ്ദേഹം ആരാണെന്നുള്ളത് വ്യക്തമാക്കിയിട്ടുമില്ല. പക്ഷേ ബോബി ചെമ്മണ്ണൂർ എന്ന വ്യക്തിയാണെന്നുള്ളത് സാധാരണക്കാർക്കും മനസ്സിലാകുന്നു. കാരണം ബോബി ചെമ്മണ്ണൂർ അവരെ ഒരു പരിപാടിയുടെ ഇടയ്ക്ക് ഒരു വല്ലാത്ത രീതിയിൽ അവരെ എന്താ പറയുക അഭിസംബോധന ചെയ്യുകയും പിന്നീട് അതിനെ തുടർന്നുണ്ടായ പല ഇൻ്റർവ്യൂസിലും അദ്ദേഹം ആ ഹണി റോസിനെ മോശമായിട്ട് ചിത്രീകരിക്കപ്പെടുന്ന രീതിയിലുള്ള ചില ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് നടി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അവരുടെ അദ്ദേഹം തന്നെ മറ്റു പരിപാടികളിലേക്ക് ക്ഷണിക്കുകയും അത് നടി നിരസിക്കുകയും ചെയ്തു. അപ്പോൾ ആ നിരസിച്ചതിൻ്റെ ഭാഗമായിട്ട് അവരെ പല സ്ഥലങ്ങളിലും അവഹേളിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അത് വ്യക്തിപരമായ രീതിയിൽ അവർക്ക് ഹേർട്ടായിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് ഹണി റോസ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വ്യക്തി ആരാണെന്നുള്ളത് അതിൽ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിലും അത് ബോബി ചെമ്മണ്ണൂരാണെന്നുള്ളത് അറിയാം. ഇതിനകത്ത് ഈ ബോബി ചെമ്മണ്ണൂരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര ഒരു ബിസിനസ്മാനാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പല ഇൻ്റർവ്യൂസിലും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സംഭാഷണ ശൈലിയിൽ ചിലപ്പോൾ പല ദ്വയാർത്ഥ പ്രയോഗങ്ങൾ വരികയും അത് ആളുകൾ ഏറ്റെടുത്ത് കൈയടിക്കാറുണ്ട്. പക്ഷേ അത് ശരിക്കും അത് ആർക്കിട്ടാണോ കൊടുക്കുന്നത് അവർക്കത് ശരിക്കും ഹേർട്ടാകുന്ന രീതിയിൽ, അതായത് അവർക്ക് അതൊരു മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലേക്ക് ഒരു രീതി വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ പണം കൊണ്ടുള്ള ധാർഷ്ട്യമാണോ അതോ ആരെയും കൂസാക്കാത്ത പ്രകൃതം കൊണ്ടാണോ എന്നറിയത്തില്ല. ഈ വായി വരുന്ന ഡയലോഗ്സൊക്കെ അപ്പം അങ്ങ് അടിച്ചു വിട്ട് മറ്റുള്ള കാണുന്ന ആൾക്കാരെ എന്താ പറയുക ഒരു ത്രില്ലടിപ്പിക്കുന്ന ഒരു രീതി ഇദ്ദേഹത്തിനുണ്ട്. ഇദ്ദേഹം കുറേ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകും, പക്ഷേ ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ പലപ്പോഴും പലരെയും വേദനിപ്പിക്കാറുണ്ട്. അപ്പോൾ ഹണി റോസിൻ്റെ ഈ ഒരു പോസ്റ്റ്, ഇപ്പോൾ ഹണി റോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉദ്ഘാടന സ്ഥലങ്ങളിലെല്ലാം എന്താ പറയുന്നത് തിളങ്ങി നിൽക്കുന്ന ഒരു താരറാണിയാണ്, മാത്രമല്ല സിനിമാ നടിയാണെന്നുള്ള അറിയാം. അതിലുപരി ഇപ്പോൾ ഉദ്ഘാടനങ്ങളാണ് കൂടുതലും. പല സമയങ്ങളിലും അവരുടെ വേഷവിധാനത്തെക്കുറിച്ചൊക്കെയുള്ള അഭിപ്രായങ്ങൾ പല രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പല ആൾക്കാരും അവരെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പം ഇതിനെപ്പറ്റി അവർ പറയുന്നുണ്ട്, ഒത്തിരി പേര് എന്നെ പറ്റി മോശമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ അതൊക്കെ അവരുടെ വ്യക്തിപരമായ രീതിയിൽ അല്ലെങ്കിൽ അവരുടെ ഒരു എന്താ പറയുക മാനസിക നില തെറ്റിയ സമയങ്ങളിൽ, അങ്ങനെ മനോനില തെറ്റിയ ആൾക്കാരാണ് ഇങ്ങനെ ഇടുന്നത്, അതിനെ വളരെ ലാഘവത്തോടെ തള്ളിക്കളയുകയാണ് ചെയ്യുന്നത് എന്ന് അവർ പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു സംഭവം ബോബി ചെമ്മണ്ണൂർ എന്ന വ്യക്തിയെക്കുറിച്ച് ഇവർ പേര് പരാമർശിച്ചിട്ടില്ല എങ്കിൽ പോലും ബോബി ചെമ്മണ്ണൂർ എന്ന വ്യക്തിയെക്കുറിച്ച് അവർ പറയുന്നതിൻ്റെ കാരണം ഒരു തവണയല്ല പല തവണയായിട്ട് അധിക്ഷേപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വന്ന സമയത്താണ് ഇപ്പോൾ ഇങ്ങനൊരു പോസ്റ്റ് വന്നേക്കുന്നത്. നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവർ ചെയ്തിരിക്കുന്നത്, ഹണി റോസ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം പേര് മെൻഷൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അവർ ധൈര്യപൂർവ്വം അദ്ദേഹത്തിൻ്റെ പേര് പറയുകയായിരുന്നെങ്കിൽ ചിലപ്പോൾ കൂടുതൽ സപ്പോർട്ട് അവർക്ക് കിട്ടും, സപ്പോർട്ടുണ്ട്. പക്ഷേ ഡയറക്റ്റ് പേര് പറയാത്തതുകൊണ്ടുള്ളൊരു പ്രശ്നമുണ്ട്. ഇതിപ്പം അദ്ദേഹം തന്നെയാണെന്നുള്ളത് ഏകദേശം പല ഇൻ്റർവ്യൂസും മറ്റ് പരിപാടികളുടെ ഒരു ഇതും വെച്ചിട്ടാണ് നമ്മൾ കൃത്യമായിട്ടത് പറയുന്നത്. അപ്പോൾ ഇത് നിയമ നടപടി എടുക്കുകയോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. കാരണം ഇവരിങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ് കൊണ്ടൊന്നും അങ്ങനെ ബോബി ചെമ്മണ്ണൂർ പയക്കുന്ന ഒരാളൊന്നും അല്ല. അവർ ശരിക്കും അവർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പേര് പരാമർശിച്ച് തന്നെ കൃത്യമായിട്ട് കേസ് കൊടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. പിന്നെ പറയുവാണെങ്കിൽ നമ്മുടെ ഈ മലയാളി സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കണ്ടാലും മഞ്ഞക്കണ്ണോടുകൂടി കാണുന്ന ആൾക്കാരാണ്. ഇപ്പോൾ അവർ ഉദ്ഘാടനത്തിന് വരുമ്പോഴുന്ന ഡ്രസ്സും കാര്യങ്ങളും അല്ലെങ്കിൽ അവരുടെ വേഷവിധാനത്തെക്കുറിച്ചൊക്കെ വളരെ മോശമായ രീതിയിൽ പരാമർശിക്കുന്നതും അത് വളരെ ദ്വയാർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തലത്തിലേക്ക് ചിന്തിച്ചു കൂട്ടി അത് വേറെ രീതിയിൽ വളച്ച കെട്ടി അവരുടെ ശരീരത്തെ പറ്റിയൊക്കെ വളരെ മോശമായ രീതിയിൽ സംസാരിക്കുന്ന ആളുകൾ നമ്മുടെ ഈ സമൂഹത്തിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പോൾ ഉന്നത നിലയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ബോബി ചെമ്മണ്ണൂരിനെ പോലെ വളരെ ഹൈ പ്രൊഫൈലായിട്ടുള്ള ഒരാൾ വീണ്ടും വീണ്ടും അവമാനിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു. എന്തായാലും മുന്നോട്ട് ഇനിയിപ്പം എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇതിനെ ചൊല്ലി ബോബി ചെമ്മണ്ണൂരിൻ്റെ പ്രതികരണവും അതിനുശേഷം വീണ്ടും നടിയുടെ ഭാഗത്തുനിന്ന് എന്താണ് ഉണ്ടാകാൻ പോകുന്നത്, നിയമ നടപടി സ്വീകരിക്കുക എന്നുള്ളതും നമുക്ക് കണ്ടു നോക്കാം, കാത്തിരിക്കാം.